ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുമായി കൊമ്പ് കോർക്കാൻ ബംഗ്ലാദേശ് രംഗത്തെത്തിയിരിക്കുന്നു. 3 ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യയിൽ ത്രിപുരയിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിന്റെ യൂന സർക്കാർ രംഗത്തെത്തിയത്. എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ത്രിപുരയുടെ അതിർത്തി കടന്ന് ഖൊവായ് എന്ന് പറയുന്ന ജില്ലയിലെ ബിദ്യാബിൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഈ 3 ബംഗ്ലാദേശി കൊള്ളക്കാർ എത്തുകയും കന്നുകാലികളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടഞ്ഞ ഗ്രാമീണനെ ഇവർ കൊലപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴേക്കും ആ ഗ്രാമവാസികൾ ഒന്നടങ്കം ഓടിക്കൂടുകയും ഈ 3 അക്രമകാരികളെ പ്രതിരോധിക്കുകയും കീഴ്പ്പെടുത്താൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ 3 ബംഗ്ലാദേശി കള്ളക്കടത്തുകാരും കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തങ്ങളുടെ അതിർത്തിക്ക് ഉള്ളിൽ 3 കിലോമീറ്ററിനുള്ളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് അതിർത്തി കടന്ന കന്നുകാലികളെ മോഷ്ടിക്കാനെത്തിയ ഒരു കള്ളക്കടത്ത് സംഘം, ഒരു ഗ്രാമീണനെ കൊലപ്പെടുത്തിയ കള്ളക്കടത്ത് സംഘം സ്വാഭാവികമായി തന്നെ ജനരോഷം ഉയർന്നിരുന്നു. അതിന്റെ ഭാഗമായി ഇവരെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് 3 ബംഗ്ലാദേശികളും കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ബംഗ്ലാദേശിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തിയിൽ ഇതുപോലെയുള്ള ഈ കള്ളക്കടത്തുകാരെ നിയന്ത്രിക്കണം എന്ന് ഇന്ത്യ പലവട്ടം ബംഗ്ലാദേശിനോട് അഭ്യർത്ഥിച്ചിരുന്നതുമാണ്. ഏതായാലും ഗ്രാമീണർ സംഘടിച്ച് എത്തുകയും ഇവരെ തടയുകയും ഒപ്പം നടന്ന സംഘർഷത്തിൽ ഇവർ കൊല്ലപ്പെടുകയുമായിരുന്നു എന്നുള്ള വിവരം. പക്ഷെ ബംഗ്ലാദേശ് ഇതിനെ ബംഗ്ലാദേശ് ഇന്ത്യ സംഘർഷത്തിലേക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏതായാലും ത്രിപുരയിലും വെസ്റ്റ് ബംഗാളിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ മുമ്പ് പതിവ് വാർത്തകളായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.